ഹായ് ഹലോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താണെന്നോ, റിഹൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. റിഹ എന്ന് പറഞ്ഞാൽ ആരാന്നല്ലേ, എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. അതായത് എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡാണ് റിഹ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ കല്യാണത്തിൻ്റെ ഡ്രസ്സ്, പിന്നെ ഒരുക്കങ്ങൾ, അതൊക്കെ ഞങ്ങൾ മുൻകൂട്ടിയേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവളെ കല്യാണം വരുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതുപോലെ ആവണം, ഇതുപോലെ ആണെന്നൊക്കെ. ആ പ്ലാൻ അനുസരിച്ചാണ് കേട്ടോ ഞങ്ങളൊരു ട്രിപ്പ് പോലെയാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. അപ്പം എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഒരു എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ട്രിപ്പ് പോയത്. എൻ്റെ ഫാമിലിയിൽ മൊത്തം എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളത് അവിടെ 3 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കേണ്ട കാരണം ഞങ്ങൾക്ക് 3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. റിഹ അവളുടെ ഡ്രസ്സിൻ്റെ കളർ അവൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് കളർ ഏത് വേണമെന്നുള്ളത് നേരത്തെ പറഞ്ഞു. 2 ഡ്രസ്സാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് പിന്നെ ചെക്കൻ്റെ വീട്ടിലെ റിസപ്ഷനും ഒന്ന് നമ്മളെ വീട്ടിലെ റിസപ്ഷനും. അങ്ങനെ 2 ഡ്രസ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ആ ഡ്രസ്സിൽ രണ്ടും 2 തീമിലായിരുന്നു ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരു ലൈറ്റിലോട്ട് പോകാം, ഒന്ന് ഡാർക്കിലോട്ട് പോകാം, അങ്ങനെയായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ആദ്യം പത്മാവതിൽ ദീപിക പതുക്കോൺ ഇട്ടിട്ടുണ്ടായിരുന്നൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അത് ഇൻസ്പയർഡ് ആയിട്ടാണ് എന്നോട് പറഞ്ഞത്, എനിക്കിതുപോലെ ഒരെണ്ണം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അതെന്നെ സെയിം ആണെന്നില്ല, എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ മതി എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ 2 ടോൺ മെറ്റീരിയലായിരുന്നു. അത് കിട്ടുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്കത് കിട്ടി കേട്ടോ. ആ സെയിം ക്ലോത്ത് തന്നെ എനിക്ക് കിട്ടി. ആ പ്ലെയിൻ ക്ലോത്ത് കിട്ടിയപ്പം എൻ്റെ സിസ്റ്റർക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഇതിലെങ്ങനെ ഉണ്ടാവും എന്താവും എന്നൊന്നും. കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്ലെയിൻ ക്ലോത്ത് മാത്രം എടുത്തിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ രസം ഉണ്ടാവുമോ പിന്നെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവളോട് പറഞ്ഞു, ആ ഒരു കൺഫ്യൂഷനും വേണ്ട, ഞാൻ അത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ അവൾ ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു, മെറ്റീരിയലൊക്കെ എടുത്തു. പിന്നെ ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള പിന്നെ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി ഓരോന്നായി. ഒരെണ്ണം പിന്നെ ഒരു ബനാറസ് തീമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം ഒരു സിൽക്ക്, അതായത് 2 ടോൺ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഓറഞ്ച് പിങ്ക് 2 ടോണിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് വേണ്ട ബനാറസിൻ്റെ ബോർഡറിനുള്ള മെറ്റീരിയലും അതേപോലെ കട്ട് ബീഡ്സ് പിന്നെ എല്ലാം റെഡിയാക്കി. എല്ലാതും റെഡിയാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, പിന്നെ എങ്ങനത്തെ വർക്ക് കൊടുക്കണം ഒക്കെ. അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓറഞ്ച് ആയത് കാരണം അതിലേക്ക് പിങ്ക്, അതായത് 2 ടോണാണ് മെറ്റീരിയൽ. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെ വരക്കും, ഓരോന്ന് വരച്ച് ഓരോന്ന് റെഡിയാക്കി എന്താ പറയുക. പിന്നെയെന്ന് പറയുന്നത് ഒരു ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഓരോന്നും പിന്നെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും. പക്ഷേ എൻ്റെ ഈ ഉറക്കമില്ലാത്ത രാത്രിക്ക് എന്താ പറയുക, ശരിക്കും അതിനുള്ള ഒരു ബൈ പ്രൊഡക്റ്റ്, ഈ ഉറക്കം ഒഴിച്ച രാത്രിക്ക് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഔട്ട്പുട്ടാണെന്നു എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ കൂടെ ഫുൾ ഫോട്ടോ, അതായത് ഞാൻ റിഹ ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെഡ്ഡിങ് ഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുമായി കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. താങ്ക്